ഇവിടൊക്കെ എല്ലാവർക്കും ഈ ഭയങ്കര സത്സംഗ മഴയാ മാതാജി, മഴ മഴ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഞാനൊരു യാത്രയിലായിരുന്നു. ഞാനിങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുന്നേ ഉള്ളൂ. അപ്പം ഞാൻ നാമജപം എന്തായാലും അവിടെ വെച്ച് കഴിഞ്ഞു, യാത്രയിൽ തന്നെ. ഞാൻ ആരെയും കണ്ടില്ല, ആകെ രണ്ടുപേരെ ഉള്ളത്. ഞാൻ ഓർത്ത് ഇനി എന്താണ് പ്രശ്നോത്തരി ആയതുകൊണ്ടാണോ ആൾക്കാരൊക്കെ. അതൊന്നും അല്ല, ഇവിടൊക്കെ മഴയുടെ ശല്യം, മഴയുടെ. അതെ അല്ലേ, മഴയാ ഭയങ്കര. ഇങ്ങനെ കേൾക്കും. എനിക്ക് ഒന്നും നോക്കിയിട്ടില്ല പ്രഭു, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അവിടെ അറിയില്ല, ഭഗവാനെ കറക്കി കുത്തിയാ മതി. ഞാനും എനിക്ക് അറിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി മാർക്ക് കിട്ടി, ഇത്തവണ എനിക്ക് അറിയത്തില്ല. കാരണം ഇത്രയും ഒരുപാടില്ലേ, എനിക്ക് അറിയാൻ വയ്യ. എന്താന്ന് നമുക്ക് മനസ്സിലാ സമയത്ത് തോന്നുന്നത് ഭഗവാൻ തോന്നിച്ചേരുന്ന എഴുതുക. എന്തായാലും IAS എക്സാമിനേഷൻ ഇത് അവസാനത്തെ പ്രശ്നോത്തരിയല്ലേ. അപ്പൊ ഇതെന്തായാലും അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി പ്രശ്നോത്തരി ഭക്തിയുഷയിലില്ല. ഇനി അടുത്ത ആഴ്ചയില് നമ്മുടെ സമാപനം കൂടെ കൂടിയല്ലേ. ഭക്തിയുഷ 64 ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമാപനം കൂടെ കൂടിയാണ്. അപ്പം അടുത്ത ആഴ്ച ആരും മിസ്സാക്കരുത്, എല്ലാവരും പങ്കെടുക്കും. നാട്ടിൽ പോവാണോ? കല്യാണം ഉണ്ട്, അതിന് പോവാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഈ സമയത്ത് കേറാൻ പറ്റില്ലേ? ഇല്ല, വെള്ളിയാഴ്ച ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും കേറാൻ പറ്റത്തില്ലേ? നോക്കാം, അങ്ങനെ ഓൺ ചെയ്തെങ്കിലും വെക്കാൻ നോക്കാം. ഓൺ ചെയ്തെങ്കിലും വെക്കാൻ നോക്കുക. കാര്യം നമ്മൾ ഒരുപാട് വൈഷ്ണവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളാരും വന്നില്ലെങ്കിൽ എന്താകും? നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളാരും ഇല്ലാത്ത അവസ്ഥ നലിച്ചു നോക്കിയേ. അപ്പം ആദ്യം മുതലുള്ളതാണല്ലോ, തുടക്കത്തിൽ തൊട്ടേ ഉള്ളതാണ്. അപ്പം തീരുന്നിടം വരെ ഉള്ളത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാരും ഇടയ്ക്ക് വന്നവരൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും പങ്കെടുക്കണം. പത്മ മാതാജി, രാധിക മാതാജി ഇവരൊക്കെയാണ്, നിങ്ങളൊക്കെയാണ് ആദ്യം മുതലുള്ളവരുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നല്ലേ. നമുക്ക് പ്രശ്നോത്തരി കാര്യം, എന്റെ ലാപ്ടോപ്പ് കേടാതെ എനിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൂടെ ഉണ്ട്. ഇത് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ ഒക്കെ ഉണ്ട്. ഞാൻ പറയാം, വായിക്കാം. നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻ ABCD എന്നൊക്കെ പറയുമ്പം അതങ്ങനെ തെറ്റിപ്പോവും. പറയും ഇതിനകത്ത് കാണിക്കുവാകുമ്പോ നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ് ആ ഒരു കുഴപ്പമുള്ളൂ. വേറെ ഓക്കെ. അപ്പം എല്ലാവരും ഒരു പേപ്പറും പേനായും ഒക്കെ എടുക്കുക. ശരിയായ ഉത്തരം കൂടി പറഞ്ഞാ മതി. പേപ്പറും പേന എടുക്കുക. ഇന്ന് അപ്പൊ എല്ലാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ, ഈവൻ എല്ലാം ശരിയായില്ലെങ്കിലും എന്താ പറഞ്ഞ, മാധവി രാധാ മാതാജിക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ്. കാര്യം മാധവി രാധാ മാതാജി ഈ ഭക്തിവിഷ്ട ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ഒരെണ്ണം ശരിയാക്കുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് മാതാജിക്കായിരിക്കും. കേട്ടോ മാതാജി? സമ്മാനം അവിടെ പാർസലായിട്ട് എത്തുന്നതായിരിക്കും. എല്ലാരും റെഡിയായോ? ഹരേ കൃഷ്ണ. അപ്പം ഭക്തിവിഷ പ്രശ്നോത്തരി ഇന്ന് 17ാമത്തെ പ്രശ്നോത്തരിയാണ്. അപ്പൊ അതില് ആഴ്ച 57, 58, 59, 60, 61, 62. അപ്പം ഇവിടെ നിന്നിട്ട് നമുക്ക് വൈഷ്ണവ ക്വാളിറ്റീസ് തുടങ്ങുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലെ, വൈഷ്ണവ ക്വാളിറ്റീസ്. ഒരു വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളതിനെ പറ്റി ഉള്ള
ആ ഒരു സംഭവമായിരുന്നു. അപ്പൊ നമുക്ക് പലതും നമുക്ക് അറിയാവുന്ന തന്നെയാണ്, കേട്ടിട്ടുള്ളതാണ്. പല നാല് ഓപ്ഷൻ ഉണ്ട്. അതിൽ ശരിയായ ഉത്തരം ABCD ഏതാണോ അത് മാത്രം മാർക്ക് ചെയ്യുക. പുതുതായിട്ട് കയറിയവർക്ക് വേണ്ടിയിട്ട് മുഴുവൻ എഴുതാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. 30 ചോദ്യമുണ്ട്. ഇത്രയും ഇതുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ വേഗം പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം മാത്രം അതിലെ A ആണോ B ആണോ C ആണോ D ആണോ എന്ന് മാർക്ക് ചെയ്ത് അങ്ങനെ പോകുക. ഹരേ കൃഷ്ണ പ്രഭുജി, എനിക്ക് സ്പീഡിൽ എഴുതാൻ പറ്റൂല. വെക്കുന്നത് പോലെ ഞാൻ എഴുതാം. അതേ പറയാൻ പേന പിടിക്കാൻ നിവർത്തിയില്ല. ഹരി മാതാജിയുടെ മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. എനിക്ക് വളരെയധികം വിഷമം തോന്നി. എന്തായാലും പ്രാർത്ഥിക്കാം മാതാജി. അതൊന്നും പ്രശ്നമല്ല. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. നീ നോക്കട്ടെ, പതിയൊക്കെ എഴുതാം. അതേ സ്പീഡിൽ പേന പിടിക്കാൻ നിവർത്തിയില്ല. എന്ത് പറ്റിയ മാതാജി? അതോ ഇച്ചിരി കൈക്കൊക്കെ വിരളിനൊരു ഇച്ചിരി നീര് വന്നു. സാരമില്ല, പ്രശ്നമില്ല. ഹരേ കൃഷ്ണ. അപ്പം ആദ്യത്തെ ചോദ്യം, ആരെ വിദ്യ അഭ്യസിക്കുന്നതിനിടയിലാണ് ചൈതന്യ മഹാപ്രഭു വൈഷ്ണവർക്ക് വേണ്ട 26 സ്വഭാവ വിശേഷതകളെ കുറിച്ച് പറഞ്ഞത്? ആരെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനിടയിലാണ് ചൈതന്യ മഹാപ്രഭു വൈഷ്ണവർക്ക് വേണ്ട 26 സ്വഭാവ വിശേഷതകളെ കുറിച്ച് പറഞ്ഞത്? ഓപ്ഷൻ A ശ്രീധരസ്വാമി, B സുഖദേവ ഗോസ്വാമി, C സനാതന ഗോസ്വാമി, D രൂപ ഗോസ്വാമി. ആരെ വിദ്യ അഭ്യസിക്കുന്നതിനിടയിലാണ് ചൈതന്യ മഹാപ്രഭു വൈഷ്ണവർക്ക് വേണ്ട 26 സ്വഭാവ വിശേഷതകളെ കുറിച്ച് പറഞ്ഞു? ആരെയാണോ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഇതിലെ ഒരാളെ വിദ്യ അഭ്യസിപ്പിച്ചിരിക്കുന്നതിനിടയിലാണ് ചൈതന്യ മഹാപ്രഭു 26 സ്വഭാവ വിശേഷങ്ങൾ വൈഷ്ണവർക്ക് വേണമെന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തത്? അത് ആരെയാണെന്ന്? A ശ്രീധരസ്വാമി, B സുഖദേവ് ഗോസ്വാമി, C സനാതന ഗോസ്വാമി, D രൂപ ഗോസ്വാമി. അടുത്ത ചോദ്യം 2. താഴെ പറയുന്നവയിൽ ഏത് സ്വഭാവ വിശേഷമാണ് വൈഷ്ണവരുടേത് അല്ലാത്തത്? A ദയാശീലം, B സത്യസന്ധത, C മഹാമനസ്കത, D മോഹം. താഴെ പറയുന്നവയിൽ ഏത് സ്വഭാവ വിശേഷമാണ് വൈഷ്ണവരുടേത് അല്ലാത്തത്? ശ്രദ്ധിച്ചു കേട്ടോണം ചോദ്യം. വൈഷ്ണവരുടേതല്ലാത്തതായ സ്വഭാവ വിശേഷം താഴെ പറയുന്നവയിൽ ഏതാണ്? A ദയാശീലം, B സത്യസന്ധത, C മഹാമനസ്കത, D മോഹം. മൂന്നാമത്തെ ചോദ്യം, ഭാഗവത ധർമ്മത്തിന്റെ തത്വം എന്താണ്? ഭാഗവത ധർമ്മത്തിന്റെ തത്വം എന്താണ്? A ദയ, B ലാസ്യം, C ആനന്ദം, D വ്യാമോഹം. ഭാഗവത ധർമ്മത്തിന്റെ തത്വം എന്താണ്? A ദയ, B ലാസ്യം, C ആനന്ദം, D വ്യാമോഹം. നാലാമത്തെ ചോദ്യം, ഭാഗവത ധർമ്മം പിന്തുടരുന്നവർക്ക് താഴെ പറയുന്നവയിൽ എന്ത് ബാധകം അല്ല? A ഭയം, B രസം, C കൃപ, D നിർദ്ദയത്വവും അതിന്റെ പ്രതികർമ്മങ്ങളും. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. ഭാഗവത ധർമ്മം പിന്തുടരുന്നവർക്ക് താഴെ പറയുന്നവയിൽ എന്ത് ബാധകം അല്ല? A ഭയം, B രസം, C കൃപ, D നിർദ്വയത്വവും അതിന്റെ പ്രതികർമ്മങ്ങളും. അഞ്ചാമത്തെ ചോദ്യം, വിനയം എന്നത് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള ഒരു ഉപാധിയാകരുത് എന്ന് പറഞ്ഞത് ആരാണ്? വിനയം എന്നത് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള ഒരു ഉപാധിയാകരുതെന്ന് എന്ന് പറഞ്ഞത് ആരാണ്? A ഭക്തി സിദ്ധാന്ത സരസ്വതി, B ശ്രീല പ്രഭുപാദർ, C വ്യാസദേവൻ,
ഡി സുഖദേവ് ഗോസ്വാമി. ഒന്നുകൂടെ, വിനയം എന്നത് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള ഒരു ഉപാധിയാണെന്ന് ആകരുത് എന്ന് പറഞ്ഞത് ആരാണ്? എ ഭക്തി സിദ്ധാന്ത സരസ്വതി, ബി ശ്രീല പ്രഭുപാദർ, സി വ്യാസദേവൻ, ഡി സുഖദേവ ഗോസ്വാമി. ഹരേ കൃഷ്ണ മാതാജി. ഒന്നുകൂടെ പറയാമോ? പറയാം. ഒന്നുകൂടെ, വിനയം എന്നത് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള ഒരു ഉപാധിയാകരുത് എന്ന് പറഞ്ഞത് ആരാണ്? എ ഭക്തി സിദ്ധാന്ത സരസ്വതി, ബി ശ്രീല പ്രഭുപാദർ, സി വ്യാസദേവൻ, ഡി സുഖദേവ ഗോസ്വാമി. മാതാജി മായാപൂരിലാണ് ജലാശയം മാതാജി. അതെ അതെ, പിന്നാലെ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ പോയതുകൊണ്ട്. ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അടുത്തത് ആറാമത്തെ ചോദ്യം. ശിക്ഷാഷ്ടകത്തിൽ നമ്മൾ എന്തിനേക്കാൾ എളിമയുള്ളവനാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ മരത്തിനേക്കാൾ, ബി പശു, സി സുഖം, ഡി തൃണം. ശിക്ഷാഷ്ടകത്തിൽ നമ്മൾ എന്തിനേക്കാൾ എളിമയുള്ളവനാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ മരം, ബി പശു, സി സുഖം, ഡി തൃണം. ആ വരി ഉണ്ടല്ലോ അതില്. അതെ അതെ അതെ. ശിക്ഷാഷ്ടകം പഠിച്ച ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. 7 അത് മാത്രമേ അറിയുള്ളൂ. ശ്രീല പ്രഭുപാദയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ഗുണങ്ങളാണ് ഒരാളെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നത്? ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ഗുണങ്ങളാണ് ഒരാളെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നത്? എ നീതിയും ന്യായവും, ബി വിനയവും ശാന്തതയും, സി ന്യായവും അന്യായവും, ഡി എല്ലാം ശരിയാണ്. ഒന്നുകൂടി പറയാം. ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ഗുണങ്ങളാണ് ഒരാളെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നത്? എ നീതിയും ന്യായവും, ബി വിനയവും ശാന്തതയും, സി ന്യായവും അന്യായവും, ഡി എല്ലാം ശരിയാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം. ആരാണോ ശുദ്ധഭക്തരാവാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് താഴെ പറയുന്ന ഏത് വികാരമാണ് തനിയെ ഇല്ലാതാവുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം. എ ദേഷ്യവും അഹങ്കാരവും, ബി ധർമാധർമ്മങ്ങൾ, സി ന്യായാന്യായങ്ങൾ, ഡി സത്യവും നീതിയും. ആരാണോ ശുദ്ധഭക്തരാകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് താഴെ പറയുന്ന ഏത് വികാരമാണ് തനിയെ തന്നെ ഇല്ലാതാവുന്നത്? എ ദേഷ്യവും അഹങ്കാരവും, ബി ധർമാധർമ്മങ്ങൾ, സി ന്യായാന്യായങ്ങൾ, ഡി സത്യവും നീതിയും. മാതാജി, ജ്ഞാനാംബിക മാതാജിക്ക് എന്താ എല്ലാം അറിയാവുന്ന തോന്നുന്നു, ചിരിക്കുന്നുണ്ട്. എഴുതുന്നുണ്ട്, വെറുതെ അറിയത്തില്ല. ഒരുമാതിരി അറിയാവുന്ന എഴുതുന്നുണ്ട്. കൃഷ്ണ. ഓക്കെ, നമുക്ക് മനസ്സിലാവുമല്ലോ പറയുമ്പോ. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ അത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ ഞാൻ ഈ ശരീരമല്ല, ബി ഭഗവാൻ മാത്രമാണ് പരമാർത്ഥം, സി സത്യമേവ ജയതേ, ഡി എല്ലാം തെറ്റാണ്. ഒന്നുകൂടി വായിക്കാം. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന അവയിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഞാൻ ഈ ശരീരമല്ല, ബി ഭഗവാൻ മാത്രമാണ് പരമാർത്ഥം, സി സത്യമേവ ജയതേ, ഡി എല്ലാം തെറ്റാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം.
യഥാർത്ഥ ജ്ഞാനിയായ വൈഷ്ണവൻ സർവ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ എന്തിന്റെ സാന്നിധ്യം കാണുന്നു? യഥാർത്ഥ ജ്ഞാനിയായ വൈഷ്ണവൻ സർവ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ എന്തിന്റെ സാന്നിധ്യം കാണുന്നു? എ ആത്മാവിന്റെ, ബി അണുവിന്റെ, സി രക്തത്തിന്റെ, ഡി പരമാത്മാവിന്റെ. ഉത്തരം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഉത്തരം പറഞ്ഞു ആരോ. അല്ല, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ആരും ഉത്തരം പറയരുത്. ആരാണ് ചാടി ഉത്തരം പറയേണ്ടത്? ജ്ഞാനാംബിക മാതാജിക്കാണ് ആ സ്വഭാവം ഉള്ളത്. ഞാൻ പറഞ്ഞില്ല. എന്നാ കൃഷ്ണകുമാരി മാതാജി ആയിരിക്കും. മ്യൂട്ട് ചെയ്തേക്കാം അവരെയൊക്കെ. നിങ്ങളോ മ്യൂട്ട് ചെയ്തില്ല, ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇനി ആരെങ്കിലും മ്യൂട്ട് ചെയ്യാതിരിപ്പുണ്ടോ? ഓക്കെ, നമ്മൾ എന്താണ് പറഞ്ഞത്? എത്രാമത്തെ ചോദ്യമായിരുന്നു? 10ാമത്തെ. യഥാർത്ഥ ജ്ഞാനിയായ വൈഷ്ണവൻ സർവ്വ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ എന്തിന്റെ സാന്നിധ്യം കാണുന്നു? എ ആത്മാവിന്റെ, ബി അണുവിന്റെ, സി രക്തത്തിന്റെ, ഡി പരമാത്മാവിന്റെ. അടുത്തത് 11ാമത്തെ ചോദ്യം. ഒരു ശരിയായ ഭക്തൻ എന്തിന് അനുസൃതമായി പ്രവർത്തിക്കണം? ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു ശരിയായ ഭക്തൻ എന്തിന് അനുസൃതമായി പ്രവർത്തിക്കണം? എ ഗുരുപരമ്പരയ്ക്ക്, ബി ഉത്തമാധികാരിക്ക്, സി യോഗിക്ക്, ഡി ത്രിദണ്ഡിക്ക്. ഒരു ശരിയായ ഭക്തൻ എന്തിന് അനുസൃതമായി പ്രവർത്തിക്കണം? എ ഗുരുപരമ്പരയ്ക്ക്, ബി ഉത്തമാധികാരിക്ക്, സി യോഗിക്ക്, ഡി ത്രിദണ്ഡിക്ക്. അടുത്തത് 12ാമത്തേത്. വൈഷ്ണവൻ പൊതുവെ എങ്ങനെയുള്ളവരായിരിക്കണം? വൈഷ്ണവർ പൊതുവെ എങ്ങനെയുള്ളവരായിരിക്കണം? എ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, ബി പണ്ഡിതരായിരിക്കണം, സി പൂ പോലെ മൃദുലവും ഇടിമിന്നൽ പോലെ കഠിനവുമായിരിക്കണം. ഇത് മേലെ പറഞ്ഞ മൂന്നും ശരിയാണ്. ഡി എന്ന് പറയുന്ന മേലെ പറഞ്ഞ 3 ഉത്തരവും ശരിയാണ്. ഒന്നുകൂടി ഓപ്ഷൻസ് പറയൂ പ്രഭു. ഒന്നുകൂടെ ചോദ്യം ഉത്തരവും വായിക്കാം. വൈഷ്ണവർ പൊതുവെ എങ്ങനെയുള്ളവരായിരിക്കണം? എ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, ബി പണ്ഡിതരായിരിക്കണം, സി പൂ പോലെ മൃദുലവും ഇടിമിന്നൽ പോലെ കഠിനവുമായിരിക്കണം, ഡി 3ഉം ശരിയാണ്. മേൽ പറഞ്ഞത് 3ഉം ശരിയാണ്. പതിമൂന്നാമത്തെ ചോദ്യം. ഹരിദാസ് ഠാക്കൂറ അദ്ദേഹത്തെ 22 പൊതുസ്ഥലങ്ങളിൽ വെച്ച് ചൂരൽ വെച്ച് അടിച്ചവരോട് കോപാവേശിതനാകാതെ സൗമ്യതയോടെ പെരുമാറിയത് എന്തുകൊണ്ട്? ചോദ്യം ഒന്നുകൂടെ. ഹരിദാസ് ഠാക്കൂറ അദ്ദേഹത്തെ 22 പൊതുസ്ഥലങ്ങളിൽ വെച്ച് ചൂരൽ വെച്ച് അടിച്ചവരോട് കോപാവേശിതനാവാതെ സൗമ്യതയോടെ പെരുമാറിയത് എന്തുകൊണ്ട്? എ മനസ്സിന്റെ ശാന്തത കൊണ്ട്, ബി കോപത്തെ നിയന്ത്രിച്ചത് കൊണ്ട്, സി അഹങ്കാരം ഇല്ലാത്തത് കൊണ്ട്, ഡി ഇതൊന്നുമല്ല. ഒന്നുകൂടെ. ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തെ 22 പൊതുസ്ഥലങ്ങളിൽ വെച്ച് അടിച്ചവരോട് കോപാവേശിതനാവാതെ സൗമ്യതയോടെ പെരുമാറിയത് എന്തുകൊണ്ടാണ്? എ മനസ്സിന്റെ ശാന്തത കൊണ്ട്, ബി കോപത്തെ നിയന്ത്രിച്ചത് കൊണ്ട്, സി അഹങ്കാരം ഇല്ലാത്തത് കൊണ്ട്, ഡി ഇതൊന്നുമല്ല. അടുത്ത ചോദ്യം 14. വൈഷ്ണവന്റെ ആകർഷണീയത എന്താണ്? എ ആചരണം, ബി കീർത്തനം, സി സുതാര്യത, ഡി അഹിംസയിലും അതീന്ദ്രതയിലും ഉറച്ച മൃദുലത. ഒന്നുകൂടി. വൈഷ്ണവന്റെ ആകർഷണീയത എന്താണ്? എ ആചരണം, ബി കീർത്തനം, സി സുതാര്യത, ഡി അഹിംസയിലും അതീന്ദ്രതയിലും ഉറച്ച മൃദുലത. അടുത്തത് 15. എല്ലാ സമ്പത്തുകളും ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീല പ്രഭുപാദർ, ബി രൂപഗോസ്വാമി, സി ചൈതന്യ മഹാപ്രഭു, ഡി ചാണക്യ പണ്ഡിതൻ. എല്ലാ സമ്പത്തുകളും ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം എന്ന് ഈ താഴെ പറയുന്നതിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീല പ്രഭുപാദർ, ബി രൂപഗോസ്വാമി, സി ചൈതന്യ മഹാപ്രഭു, ഡി ചാണക്യ പണ്ഡിതൻ. പതിനാറാമത്തെ ചോദ്യം.
ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ വസിക്കുന്നു, അതുകൊണ്ട് ഏതൊരാളും ജീവിക്കാൻ ആവശ്യമായത് മാത്രമേ എടുക്കാവൂ എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എ നരസിംഹ പുരാണം, ബി കഠോപനിഷത്ത്, സി വൈവർത്തക പുരാണം, ഡി ഈശോവാസ്യ ഉപനിഷത്ത്. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ വസിക്കുന്നു, അതുകൊണ്ട് ഏതൊരാളും ജീവിക്കാൻ ആവശ്യമായത് മാത്രമേ എടുക്കാവൂ എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എ നരസിംഹ പുരാണം, ബി കഠോപനിഷത്ത്, സി വൈവർത്തക പുരാണം, ഡി ഈശോവാസ്യ ഉപനിഷത്ത്. ഈ ഭക്തി ശാസ്ത്രി കോഴ്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഉത്തരം പെട്ടെന്നറിയാം. 17 എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എന്നിൽ ശരണം പ്രാപിക്കൂ, എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഭയം വേണ്ട എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീമദ് ഭാഗവതം, ബി ചൈതന്യ ചരിതാമൃതം, സി ഭഗവത്ഗീത, ഡി ഉപദേശാമൃതം. ഒന്നുകൂടെ 17ാമത്തെ ചോദ്യം, എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എന്നിൽ ശരണം പ്രാപിക്കൂ, എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഭയം വേണ്ട എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീമദ് ഭാഗവതം, ബി ചൈതന്യ ചരിതാമൃതം, സി ഭഗവത്ഗീത, ഡി ഉപദേശാമൃതം. 18 ഏറ്റവും ഉന്നതമായ ജ്ഞാനം എന്താണ്? ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ എ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്, ബി സർവ്വവും ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന അറിവ്, സി നമ്മൾ കാണുന്ന എല്ലാം മായയാണ് എന്നുള്ള അറിവ്, ഡി ഇതൊന്നുമല്ല. ഒന്നുകൂടി വളരെ ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. ഏറ്റവും ഉന്നതമായ ജ്ഞാനം എന്താണ്? ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത്, ബി സർവ്വവും ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ള അറിവ്, സി നമ്മൾ കാണുന്നതെല്ലാം മായയാണ് എന്നുള്ള അറിവ്, ഡി ഇതൊന്നുമല്ല. കുഴപ്പത്തിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഞാനപ്പൊ ഇത് എഴുതിയൊന്ന് ആലോചിച്ച് നോക്കിയ മാതാജി, ഞാന് 3 മണിക്കൂർ ഇരുന്നാണ് ഇത് എഴുതിയത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് അതിന്റെ പ്രൈസ് തരണ്ട. അതെ അതെ തീർച്ചയായിട്ടും. പക്ഷെ ഇതില് 1-2 ചോദ്യങ്ങള് തെറ്റിയ ആൾക്കാർക്ക് എംപോസിഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ലീവ് ചെയ്യണ്ട കേട്ടോ. 1-2 എണ്ണം തെറ്റി കഴിഞ്ഞാൽ അടിയുണ്ട് നാട്ടിൽ വരുമ്പോ കാണുവാണെങ്കിൽ. ഓക്കെ. എല്ലാ ജീവജാലങ്ങളുടെയും കടമയാണ് ലോക നന്മയ്ക്കായി സ്വന്തം ജീവിതവും സമ്പത്തും ബുദ്ധിയും ഉപയോഗിക്കുക എന്നത്. ഇത് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ, എല്ലാ ജീവജാലങ്ങളുടെയും കടമയാണ് ലോക നന്മയ്ക്കായി സ്വന്തം ജീവിതവും സമ്പത്തും ബുദ്ധിയും ഉപയോഗിക്കുക എന്നത്. ഇത് ഏത് ഗ്രന്ഥത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? എ ശ്രീമദ് ഭാഗവതം, ബി ശ്രീമദ് ഭഗവത്ഗീത, സി ഭക്തി രസാമൃത സിന്ധു, ഡി മത്സ്യപുരാണം. അടുത്തത് 20ാമത്തെ ചോദ്യം. ഒരാൾ സ്വന്തം പ്രവൃത്തിയും ചിന്തകളും വാക്കുകളും ബുദ്ധിയും മറ്റ് ജീവജാലങ്ങളുടെ ഗുണത്തിനായി എല്ലാ ജന്മങ്ങളിലും ഉപയോഗിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടി, ഒരാൾ സ്വന്തം പ്രവൃത്തിയും ചിന്തകളും വാക്കുകളും ബുദ്ധിയും മറ്റ് ജീവജാലങ്ങളുടെ ഗുണങ്ങൾക്കായി എല്ലാ ജന്മങ്ങളിലും ഉപയോഗിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ കൂർമ്മപുരാണം, ബി വിഷ്ണു പുരാണം, സി ഈശോപനിഷത്ത്, ഡി വേദങ്ങൾ. എ കൂർമ്മപുരാണം, ബി വിഷ്ണു പുരാണം, സി ഈശോപനിഷത്ത്, ഡി വേദങ്ങൾ. അടുത്തത് 21ാമത്തെ ചോദ്യം. കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ എന്താണ്? എ വേദാധ്യയനം ചെയ്യുക, ബി യോഗാഭ്യാസം ചെയ്യുക, സി എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് ആലോചിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഡി എല്ലാം ശരിയാണ്. ഒന്നുകൂടി, കൃഷ്ണാവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് യോജിക്കുന്നത്? എ വേദാധ്യയനം ചെയ്യുക, ബി യോഗാഭ്യാസം ചെയ്യുക, സി എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് ആലോചിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രയും ജപിക്കുകയും ചെയ്യുക, ഡി എല്ലാം ശരിയാണ്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം. ആരുടെ അഭിപ്രായത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മെ ത്യാഗം, ആത്മജ്ഞാനം, ശരിയായ ശരണാഗതി, ഭക്തിയോഗം എന്നിവ പഠിപ്പിക്കാൻ അവതരിച്ചത്?
ആരുടെ അഭിപ്രായത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മെ ത്യാഗം, ആത്മജ്ഞാനം, ശരിയായ ശരണാഗതി, ഭക്തിയോഗം എന്നിവ പഠിപ്പിക്കാനാണ് അവതരിച്ചത് എന്ന് ഈ താഴെ പറയുന്നവരിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത്? എ നരോത്തമദാസ ഠാക്കൂറ, ബി വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ, സി സാർവഭൗമ ഭട്ടാചാര്യ, ഡി മുരാരി ഗുപ്ത. താഴെ പറയുന്ന ആരുടെ അഭിപ്രായത്തിലാണ് ചൈതന്യ മഹാപ്രഭു ത്യാഗം, ആത്മജ്ഞാനം, ശരിയായ ശരണാഗതി, ഭക്തിയോഗം എന്നിവ പഠിപ്പിക്കാനാണ് അവതരിച്ചതെന്ന് പറഞ്ഞത്? എ നരോത്തമദാസ് ഠാക്കൂറ, ബി വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ, സി സാർവഭൗമ ഭട്ടാചാര്യ, ഡി മുരാരി ഗുപ്ത. 23-ാമത്തേത്, ആഗ്രഹമില്ലായ്മയുടെ ശരിയായ അർത്ഥം എന്താണ്? ആഗ്രഹം ഇല്ലായ്മയുടെ ശരിയായ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? എ കാമ, ബി അകാമ, സി പ്രേമ, ഡി എല്ലാം ശരിയാണ്. എ കാമ, ബി അകാമ, സി പ്രേമ, ഡി എല്ലാം ശരിയാണ്. പ്രഭു ഒന്നുകൂടെ കേട്ടില്ലേ? ഒന്നുകൂടെ പറയാം. ആരാണ്? ഒന്നുകൂടെ ഞാൻ പറയാം ചോദ്യം. ആഗ്രഹമില്ലായ്മയുടെ ശരിയായ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? എ പ്രേമം, ബി കാമം, സി വൈരാഗ്യം, ഡി ക്രോധം. അടുത്തത് 25. ഏത് അവസ്ഥയിലാണ് ഒരാൾക്ക് കൃഷ്ണപ്രേമം സാധ്യമാവും? പ്രഭു 23 24 എടുത്തത്. സോറി 24. കൃഷ്ണനോട് ഒഴികെ മറ്റ് എന്തിനോടുമുള്ള സ്നേഹം, മമതാബന്ധവും എന്താണ്? പ്രഭു ഒന്നുകൂടെ പറയണേ. 23. മഴ കാരണം കേൾക്കുന്നില്ല. മഴ കാരണം. അതെയോ? 23. ആഗ്രഹമില്ലായ്മയുടെ ശരിയായ അർത്ഥം എന്താണ്? എ കാമ, ബി അകാമ, സി പ്രേമ, ഡി എല്ലാം ശരിയാണ്. അടുത്തത് 24. കൃഷ്ണനോടൊഴികെ മറ്റെന്തിനോടുമുള്ള സ്നേഹവും മമതാബന്ധവും താഴെ പറയുന്നവയിൽ എന്തിനോട് നമുക്ക് ഉപമിക്കാം? എ പ്രേമം, ബി കാമം, സി വൈരാഗ്യം, ഡി ക്രോധം. കൃഷ്ണനോടൊഴികെ മറ്റെന്തിനോടുമുള്ള സ്നേഹവും മമതാബന്ധത്തെയും താഴെ പറയുന്ന ഏത് വാക്കുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കും? എ പ്രേമം, ബി കാമം, സി വൈരാഗ്യം, ഡി ക്രോധം. ഇരുപത്തിയഞ്ച്. ഏതവസ്ഥയിലാണ് ഒരാൾക്ക് കൃഷ്ണപ്രേമം സാധ്യമാവൂ? താഴെ പറയുന്ന ഏതവസ്ഥയിലാണ് ഒരാൾക്ക് കൃഷ്ണപ്രേമം സാധ്യമാകാനാവുള്ളൂ? എ ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ, ബി കാമ, സി വൈരാഗ്യം, ഡി മോഹം. ഒന്നുകൂടി, ഏതവസ്ഥയിലാണ് ഒരാൾക്ക് കൃഷ്ണപ്രേമം സാധ്യമാക്കാൻ ആകുകയുള്ളൂ? എ ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ, ബി കാമ എന്ന അവസ്ഥയിൽ, സി വൈരാഗ്യം എന്ന അവസ്ഥയിൽ, ഡി മോഹ എന്ന അവസ്ഥയിൽ. 26-ാമത്തെ ചോദ്യം, ബദ്ധാത്മാക്കളുടെ നന്മയ്ക്കായി ഭക്തി ഉപാസന നടത്തുന്നതിനെ താഴെ പറയുന്ന എന്തിനോട് ഉപമിക്കാം? എ പ്രേമ, ബി അകാമ, സി കാമ, ഡി അനിഹ. ഒന്നുകൂടി, ബദ്ധാത്മാക്കളുടെ നന്മയ്ക്കായി ഭക്തി ഉപാസന നടത്തുന്നതിനെ എന്തിനോട് ഉപമിക്കാം? എ പ്രേമ, ബി അകാമ, സി കാമ, ഡി അനിഹ. ഒന്നുകൂടി പറയൂ. ബദ്ധാത്മാക്കളുടെ നന്മയ്ക്കായി ഭക്തി ഉപാസന നടത്തുന്നതിനെ ഈ താഴെ പറയുന്ന ഏത് വാക്കുമായിട്ട് നമുക്ക് ഉപമിക്കാൻ പറ്റും? എ പ്രേമയാണോ, ബി അകാമയാണോ, സി കാമയാണോ, ഡി അനിഹയാണോ? അനീഹ പറഞ്ഞ എന്താ അർത്ഥം? അതറിയാതെ നമ്മൾ എപ്പോഴും എവിടെയോ ചെന്നതിനെ മതല്ലേ. 27. ഭൗതിക ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വൈഷ്ണവ മാർഗം പിന്തുടരുന്ന രീതിയെ എന്തു പറയുന്നു?
ഭൗതിക ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വൈഷ്ണവ മാർഗം പിന്തുടരുന്ന രീതിയെ എന്ത് പറയുന്നു? എ ലോഭം, ബി പ്രാകൃത സഹജീയ, ഡി സി അനിഹ, ഡി മതം. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കടുകട്ടിയായിട്ട് തോന്നും, പക്ഷെ ഇത് അതിനകത്തുള്ളത് അതേ പിടിയാ. ഞാൻ ഒന്നും എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. അവിടെയുള്ളത് അതേ പിടി ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഒന്നുകൂടെ, ഭൗതിക ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വൈഷ്ണവ മാർഗം പിന്തുടരുന്ന രീതിയെ എന്തു പറയുന്നു? എ ലോഭം, ബി പ്രാകൃത സഹജീയ, സി അനിഹ, ഡി മതം. മതം, തായല്ല ദാ, മതം, മതമത്സരത്തിന്റെ. അടുത്തത് 28. ഒരു ഭക്തൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ആരെയും അദ്ദേഹം 4 അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്ന ആൾ അല്ലെങ്കിൽ കൂടി മനസ്സ ആദരിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ചൈതന്യ ചരിതാമൃതം, ബി ഉപദേശാമൃതം, സി ഭക്തി രസാമൃത സിന്ധു, ഡി ശിക്ഷാഷ്ടകം. ഒരു ഭക്തൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ആരെയും അദ്ദേഹം 4 അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്ന ആളല്ലെങ്കിൽ കൂടി മനസ്സ ആദരിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ചൈതന്യ ചരിതാമൃതം, ബി ഉപദേശാമൃതം, സി ഭക്തിരസാമൃത സിന്ധു, ഡി ശിക്ഷാഷ്ടകം. അടുത്തത് 29ാമത്തെ ചോദ്യം. ജലത്തിന്റെ ഗുണം താഴെ പറയുന്നവയിൽ ഏതാണ്? എ ഗന്ധം, ബി കാഴ്ച, സി രുചി, ഡി സ്പർശം. ജലത്തിന് ഒരു ഗുണമുണ്ട് ഓരോ പഞ്ചഭൂതങ്ങൾക്ക്. അതിൽ ജലത്തിന്റെ ഗുണം എന്താണ്? എ ഗന്ധം, ബി കാഴ്ച, സി രുചി, ഡി സ്പർശം. അടുത്തത് 30ാമത്തെ ചോദ്യം. ബദ്ധാത്മാക്കളെ മായയിൽ നിന്ന് മോചിപ്പിക്കാൻ ആരുടെ മാർഗം പിന്തുടരണം? എ ഈശ്വരപുരി, ബി കേശവ കാശ്മീരി, സി ജഗായന്മതായി, ഡി ചൈതന്യ മഹാപ്രഭു. ബദ്ധാത്മാക്കളെ മായയിൽ നിന്ന് മോചിപ്പിക്കാൻ ആരുടെ മാർഗം പിന്തുടരണം? എ ഈശ്വരപുരിയുടെ, ബി കേശവ കാശ്മീരിയുടെ, സി ജഗായന്മതായിയുടെ, ഡി ചൈതന്യ മഹാപ്രഭുവിന്റെ. പ്രഭു 22 മുതൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്നോ നെറ്റ് പോയി. കൃഷ്ണ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലേ? ഭയങ്കര മഴ. 22 വരുമ്പം ജ്ഞാനാംബിക മാതാജിയുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. 22 വരുമ്പം തൊട്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഉത്തരം പറയുന്ന ആ സമയമാകുമ്പോഴത്തേക്കിനും ഉത്തരം അനൗൺസ് ചെയ്യുന്നതിന് മുൻപേ മാതാജി പെട്ടെന്ന് ആൻസർ എഴുതിയാൽ മതി. ചോദ്യം ഒന്നും വായിക്കാം. അവിടെ ആകുമ്പോ ഒന്ന് ഓർപ്പിച്ചാൽ മതി കേട്ടോ. കൃഷ്ണ, എനിക്കും അറിയത്തില്ല എന്താകുന്നുള്ള വലിയ ആശങ്കയുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ്. മ്യൂട്ടായി പ്രഭു, മ്യൂട്ടാ. ഒന്നും കേൾക്കണില്ല. മ്യൂട്ടാണ് പ്രഭു. പോയി. ഹരേ കൃഷ്ണ ജലാശയ മാതാജി. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, എനിക്കൊരു കോള് വന്നായിരുന്നു. അപ്പൊ ചിലരൊക്കെ വൈഷ്ണവ സംഗമം അല്ല, നമ്മള് ഭക്തിവിഷ അവസാന ക്ലാസ് ഇന്നായിരിക്കും എന്ന് വെച്ചിട്ട് ചില വൈഷ്ണവരൊക്കെ കയറാനായിട്ട് തുടങ്ങിയോ എന്ന് ചോദിക്കാനായിട്ട് വിളിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായി ഇന്നായിരിക്കും എന്ന് വെച്ച്. കാര്യം ഞാനത് ഒരാഴ്ച മുന്നേ അറിയിച്ചാണ് എല്ലാവർക്കും. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ജലാശയ മാതാജിയും വിചാരിച്ചു ഇന്നാണെന്ന് വിചാരിച്ചു. ഞാൻ മാതാജിയോട് ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ചയാണെന്ന്. ജൂൺ 7 അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരാഴ്ച നേരത്തെ കൂട്ടി അറിയിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വായിക്കാൻ പോവാണ്. ചോദ്യം ഒന്നുകൂടെ. ആരെ വിദ്യ അഭ്യസിക്കുന്നതിനിടയിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വൈഷ്ണവർക്ക് വേണ്ട 26 സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞത്? എ ശ്രീധരസ്വാമി, ബി സുഖദേവ ഗോസ്വാമി, സി സനാതന ഗോസ്വാമി, ഡി രൂപ ഗോസ്വാമി. ഏതാണ് ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം സനാതന ഗോസ്വാമി. സനാതന ഗോസ്വാമി. ഹരിബോൽ. അത് കറക്കി കുത്തി. എന്നാലും ശരിയായല്ലോ, അത് നന്നായി. ഓക്കെ. രണ്ടാമത്തേത്
മാധവി രാധാ മാതാജിയെ കാണുന്നില്ലല്ലോ. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ആൽഫബറ്റിക് ചോദ്യം കൂടെ താഴെ പറയണം ഗുരുജി. എന്തോ ആൻസർ പറയുമ്പോഴേ ആൽഫബറ്റിക് കൂടെ പറയണേ, അക്ഷരം കൂടെ പറയണേ. സി. പറയാം. അതായത് സി ആണ്. സി അത് കറക്റ്റാ. താഴെ പറയുന്നതിൽ ഏത് സ്വഭാവവിശേഷമാണ് വൈഷ്ണവരുടേത് അല്ലാത്തത്? എ ദയാശീലം, ബി സത്യസന്ധത, സി മഹാമനസ്കത, ഡി മോഹം. ഏതാണ് ഉത്തരം ശരി? ഡി മോഹം. ഡി മോഹം. അപ്പൊ ദയാശീലം, സത്യസന്ധയും മഹാമനസ്കതയൊക്കെ വൈഷ്ണവരുടെ ക്വാളിറ്റിയാണ്. അല്ലാത്തത് അതിലെ മോഹമാണ്. വൈഷ്ണവർക്ക് മോഹം പാടില്ല. മാതാജിക്ക് ശരിയായിരുന്നോ? മാധവി രാധാ മാതാജി ഹരി ബോൾ. മാതാജിക്ക് ഫസ്റ്റ് പ്രൈസ് ഇപ്പോഴേ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാമക്രോധ ലോകമോഹം. അതെ. ഇനി അടുത്തത് മൂന്നാമത്തേത്, ഭാഗവത ധർമ്മത്തിന്റെ തത്വം എന്താണ്? എ ദയ, ബി ലാസ്യം, സി ആനന്ദം, ഡി വ്യാമോഹം. ആനന്ദാണോ? ഭാഗവത ധർമ്മത്തിന്റെ തത്വം എന്ന് പറയുന്നത്, ഭാഗവതം ഉപദേശിക്കാനുണ്ടായ സാഹചര്യം നമുക്ക് എന്താണ്? ഒരാളെ സർപ്പം കടിക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. 7 ദിവസത്തിനകം. അപ്പൊ അതൊരു ദയയാണ്. ദയയാണ്. അങ്ങനെ മരിക്കാനിരിക്കുന്ന ആൾക്ക് കിട്ടിയ ഒരു ദയയാണ്. അപ്പൊ ഭാഗവത ധർമ്മത്തിന്റെ തത്വം ആ ദയയിൽ നിന്നാണ് ഉണ്ടായത്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനന്ദം അതാണ്. അതെ. ഹരിബോൾ. അപ്പൊ അതായത് നമ്മളുടെ ഓരോ ജീവാത്മാക്കളോടും ഭഗവാന് തോന്നുന്ന ദയയാണ് ഈ കലിയുഗത്തിൽ നമുക്ക് ഭാഗവതം തന്നിരിക്കുന്നത്. നമ്മളെ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളോട് ദയ ഉണ്ടായിട്ട് ഭഗവാൻ ഇവിടുന്ന് പോയപ്പോ നമുക്ക് ഭാഗവതം തന്നിട്ട് പോയി. അതാണ് നാരദ മുനിയോട് ഭഗവാൻ പറയുന്നുണ്ടല്ലോ അല്ലെ, കലിയുഗത്തിലുള്ള ജീവാത്മാക്കളെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്താണ്, ഞാൻ ഭാഗവതമായിട്ട് അവതരിക്കുന്നു എന്നാണ് ഭഗവാൻ ദ്വാപരയുഗത്തിൽ നമ്മളെ വിട്ടുപോയപ്പോ പറഞ്ഞത്. ഭാഗവതവും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്റെ തനി സ്വരൂപം ഞാൻ തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ് ഭാഗവതം. എന്റെ വാക്കുകളാണ് ഭഗവത്ഗീത. അടുത്തത് ഭാഗവത ധർമ്മം. അതെ, ഭാഗവത ധർമ്മം പിന്തുടർന്നവർക്ക് താഴെ പറയുന്നവയിൽ എന്തു ബാധകമല്ല? എ ഭയം, ബി രസം, സി കൃപ, നിർദ്വയത്വവും അതിന്റെ പ്രതികർമ്മങ്ങളും. നാലാമത്തിന് ഉത്തരം ഏതാണ്? ഭയം അല്ല, ഡി ആണ്. നിർദ്വയത്വവും നിർദ്വയത്വവും അതിന്റെ പ്രതികർമ്മങ്ങളും. അതായത് നിർദ്വയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ അദ്വൈതം എന്നും ദ്വൈതം എന്നൊക്കെ പറഞ്ഞ് പല അദ്വൈതവാദികളൊക്കെ ഉണ്ടല്ലോ, അതിന് പ്രതികർമ്മങ്ങളെ യാതൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആരാണ് ഭഗവാൻ. നമ്മളും ഭഗവാൻ ഒന്നാണെന്ന് ഒരിക്കലും നമുക്ക് ഭാഗവതം മുഴുവൻ വായിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാകത്തില്ല അല്ലെ. ഭാഗവതം ശരിക്കും പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും നമ്മൾ ഒരിക്കലും ഭഗവാനുമായിട്ട് തുല്യരല്ല. ഭഗവാന് തുല്യം ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു തത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിർദ്വയത്വവും പ്രതികർമ്മങ്ങളുമാണ്. ഡി ആണ് ഉത്തരം. ഡി നാലാമത്തെ ആൻസർ. ഇനി അടുത്തത് ഡി. അടുത്ത 5, വിനയം എന്നത് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള ഒരു ഉപാധി ആകരുത് എന്ന് പറഞ്ഞത് ആരാണ്? എ ഭക്തി സിദ്ധാന്ത സരസ്വതി, ബി ശ്രീല പ്രഭുപാദർ, സി വ്യാസദേവൻ, ഡി സുഖദേവ് ഗോസ്വാമി. ബി ശ്രീല പ്രഭുപാദർ. ബി ശ്രീല പ്രഭുപാദർ. വെരി ഗുഡ്. ആരാണ് പറഞ്ഞ ആൻസർ? രാധാ മാതാജി. ഹരിബോൾ. വിനയം എന്നത് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള ഒരു ഉപാധി ആകരുത്. അതായത് നമ്മള് ഒരു വിനയം എന്നൊക്കെ നമ്മള് ഉണ്ടാക്കി എത്ര അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് വിനയം ആകില്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം അല്ലെ. അതൊരു മെക്കാനിക്കലി വരുന്ന ഒരു സംഭവം ആകരുത്. നമ്മള് എന്താണ്, മറ്റുള്ളവരെ നമ്മളെ വിനയമുള്ളവരാണെന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആകരുത്. ശരിക്കും വിനയം തന്നെ ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ നിന്ന് വരണം. അടുത്തത് 6ാമത്തെ, ശിക്ഷാഷ്ടകത്തിൽ നമ്മൾ എന്തിനേക്കാൾ എളിമയുള്ളവനാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ മരം, ബി പശു, സി ശുകം, ഡി തൃണം. ഹരിബോൾ. തൃണാദപി സുനീജേന. അത് എന്തായാലും രാധിക മാതാജിക്ക് ശരിയാണ്. 100ൽ 100 മാർക്ക്. ഹരിബോൾ. ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല പ്രഭു, ഭഗവാന്റെ കാരുണ്യം.
ഇതെല്ലാം ശരിയാണ് ഇതുവരെ. അപ്പൊ തൃണം ശരിയായില്ലേ? അപ്പൊ മാതാജി ആ, തൃണാദപി സുനീചനെ ആയാ മതി, കുഴപ്പമില്ല. തൃണം എന്താണ്? പുല്ല്. പുല്ലിനേക്കാളും താഴ്മയുള്ളവനായിട്ട് മാറണം അല്ലേ? ആ. പുല്ലിനേക്കാളും, അതായത് പുല്ലിന്റെ ഒരു സ്വഭാവം എന്താണ്? നമ്മള് ചവിട്ടുമ്പോ അത് വീണ്ടും വീണ്ടും താണു തരും. പുല്ലുകളൊക്കെ മുള്ളു പോലെ കൂർത്തിരിക്കുകയാണെങ്കിലോ നമ്മൾ ചവിട്ടിയാൽ നമ്മുടെ കാലെല്ലാം നോവും. പുല്ലെന്താ ചെയ്യുന്നത്? നമ്മൾ ചവിട്ടുമ്പോൾ താന്നു തരികയാണ് അല്ലേ? എത്ര നേരം അത് താന്നു കിടക്കും, പിന്നെ എത്ര നേരം കഴിഞ്ഞാൽ അത് ഉയർന്നു വരുന്നത്? മനസ്സിലാകുന്നില്ലേ? അപ്പൊ അത്ര പോലും നമ്മള് എന്താണ് വിനയമുള്ളവരായിരിക്കണം, എളിമയുള്ളവരായിരിക്കണം വൈഷ്ണവര്. അടുത്ത 7ാമത്തെ ചോദ്യം, ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ഗുണങ്ങളാണ് ഒരാളെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നത്? എ നീതിയും ന്യായവും, ബി വിനയവും ശാന്തതയും, സി ന്യായ അന്യായങ്ങൾ, ഡി എല്ലാം ശരിയാണ്. ഏതാ ഉത്തരം ശരി? ഒന്നുകൂടെ ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ഏത് ഗുണങ്ങളാണ് ഒരാളെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നത്? എ നീതിയും ന്യായവും, ബി വിനയവും ശാന്തതയും, സി ന്യായ അന്യായങ്ങൾ, ഡി എല്ലാം ശരിയാണ്. വിനയവും വിനയവും ശാന്തതയും ബി ആണ്. രണ്ടാമത്തെ ബി. വിനയവും ശാന്തതയും. ഉത്തരം ശരി. ഹരിബോൾ. ആരാണോ ശുദ്ധഭക്തരാവാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് താഴെ പറയുന്ന ഏത് വികാരമാണ് തനിയെ ഇല്ലാതാകുന്നത്? എ ദേഷ്യവും അഹങ്കാരവും, ബി ധർമാധർമ്മങ്ങൾ, സി ന്യായ അന്യായങ്ങൾ, ഡി സത്യവും നീതിയും. ഏതാണ്? എ ആണ്. ദേഷ്യവും അഹങ്കാരവും തനിയെ ഇല്ലാതാവും. ഇതാണ് ഇത് തെറ്റിക്കുന്നവർക്ക് ഞാൻ അടിയുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്. മനസ്സിലായില്ലേ? അടി ഒഴിവായി. ഹരിബോൾ. ഹരിബോൾ. ആ, അത് വ്യക്തമല്ലേ? അതല്ലേ ഒരു ശുദ്ധഭദ്രൻ ആഗ്രഹിക്കുന്നവർക്ക് ദേഷ്യം അഹങ്കാരം ഉണ്ടാകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആ ഒരു ഉത്തരേ ഉള്ളതിനകത്ത് ബാക്കിയെല്ലാം അത്രേ ഉള്ളു. ബാക്കി 9ാമത്തേത്, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ അത് താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ശരിയായി വരുന്നത്? എ ഞാൻ ഈ ശരീരമല്ല, ബി ഭഗവാൻ മാത്രമാണ് പരമാർത്ഥം, സി സത്യമേവ ജയതേ, ഡി എല്ലാം തെറ്റാണ്. ബി ആണ്. ഭഗവാൻ മാത്രമാണ് പരമാർത്ഥം. സത്യം പരം ധീമഹി എന്ന് പറയുമ്പോൾ ചിലർക്ക് സത്യമേവ ജയത എഴുതാനായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അല്ല, സത്യമേവ ജയത എന്ന് പറഞ്ഞാൽ സത്യം മാത്രം ജയിക്കട്ടെ എന്നാണ്. ജയിക്കട്ടെ എന്നാണ്. ബി ആണ്. ഭഗവാൻ മാത്രമാണ് പരമാർത്ഥം. അതായത് 2ാമത്തെ ആൻസർ. 10, യഥാർത്ഥ ജ്ഞാനിയായ വൈഷ്ണവൻ സർവ്വ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ എന്റെ സാന്നിധ്യം കാണുന്നു. എന്തിന്റെ സാന്നിധ്യം കാണുന്നു? എ ആത്മാവിന്റെ, ബി അണുവിന്റെ, സി രക്തത്തിന്റെ, ഡി പരമാത്മാവിന്റെ. പരമാത്മാവിന്റെ. ഡി പരമാത്മാവിന്റെ സാന്നിധ്യം കാണുന്നു. അത് തെറ്റിച്ചവർക്കും എന്താണ് എംബോസിഷൻ. എല്ലാ ജീവികളുടെയും പരമാത്മാവുണ്ട് എന്ന് പറയില്ലേ? അപ്പം പരമാത്മാവാണ് അല്ലെ? ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവായ ഭഗവാൻ ഇരിക്കുന്നു എന്ന് ആണല്ലോ നമ്മൾ ഇത്രയും നാൾ ഈ 64 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തലകുത്തിയിരുന്ന് പഠിച്ചത്. എന്നിട്ടും നമ്മൾ അത് ഇത്ര ശരിയായിട്ടില്ല എങ്കിൽ ഇതിനെന്താണ് വേണ്ടത്? തലകുത്തി നിർത്തണം. ഹരിബോൾ. അടുത്തത്, ഒരു ശരിയായ ഭക്തൻ എന്തിനനുസൃതമായി പ്രവർത്തിക്കണം? എ ഗുരുപരമ്പരയ്ക്ക്, ബി ഉത്തമാധികാരിക്ക്, സി യോഗിക്ക്, ഡി ത്രിദണ്ഡിക്ക്. ഗുരുപരമ്പരയ്ക്ക്. 11ാമത്തെ ഉത്തരം ശരി, എ ആണ്. 12 വൈഷ്ണവർ പൊതുവെ എങ്ങനെയുള്ളവരായിരിക്കണം? എ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കണം, ബി പണ്ഡിതരായിരിക്കണം, സി ഭൂ പോലെ മൃദുലവും ഇടിമിന്നൽ പോലെ കഠിനവുമായിരിക്കണം, ഡി മേൽ പറഞ്ഞത് എല്ലാം ശരിയാണ്. അത് തന്നെയാണ്. 12ാമത്തേത് സി പൂ പോലെ മൃദുലവും ഇടിമിന്നൽ പോലെ കഠിനവുമായിരിക്കണം. അതായത് നമ്മൾ ദൃഢത, നമ്മൾ തീരുമാനം എടുക്കുന്ന ആ ഒരു നിശ്ചയദാർഢ്യം, അതൊക്കെ ഇടിമിന്നലിന്റെ അത്രയും ആ കാഠിന്യം ഉണ്ടായിരിക്കണം. അപ്പൊ വൈഷ്ണവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതയിൽ ഇത് ഉള്ളതാണ്. അടുത്തത് 13,
ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തെ 22 പൊതുസ്ഥലങ്ങളിൽ വെച്ച് ചൂരൽ വെച്ച് അടിച്ചവരോട് കോപാവേശിതരാവാതെ സൗമ്യതയോടെ പെരുമാറിയത് എന്തുകൊണ്ടാണ്? എ, മനസ്സിന്റെ ശാന്തത കൊണ്ടാണോ? ബി, കോപത്തെ നിയന്ത്രിച്ചത് കൊണ്ടാണോ? സി, അഹങ്കാരം ഇല്ലാത്തത് കൊണ്ടാണോ? ഡി, ഇതൊന്നും അല്ലാത്തത് കൊണ്ടാണോ? മനസ്സിന്റെ ശാന്തത കൊണ്ട്. മനസ്സിന്റെ ശാന്തത കൊണ്ട്. 13ാമത്തെ ഉത്തരം ശരിയാണ്. എ, മനസ്സിന്റെ ശാന്തത കൊണ്ട്. അടുത്തത് 14. വൈഷ്ണവന്റെ ആകർഷണീയത എന്താണ്? എ, ആചരണം. ബി, കീർത്തനം. സി, സുതാര്യത. ഡി, അഹിംസയും അതീന്ദ്രിയതയിലും ഉറച്ച മൃദുലത. ഏതാണ് ഉത്തരം ശരി? വൈഷ്ണവന്റെ ആകർഷണീയതയായിട്ട് പറഞ്ഞിരിക്കുന്ന താഴെ പറയുന്നതിൽ 4 ഓപ്ഷനിൽ ഏതാ? അഹിംസയും അതീന്ദ്രിയയിലും ഉറച്ച മൃദുലത. അഹിംസയിലും അതീന്ദ്രിയതയിലും ഉറച്ച മൃദുലത. അത് തന്നെയാണ്. 14ാമത്തെ ഉത്തരം ഡി ആണ്. ഡി ആണ്. അഹിംസയിലും അതീന്ദ്രിയതയിലും ഉറച്ച മൃദുലതയാണ്. ഒറ്റ മിനിറ്റ്. ആ പേജിൽ ഇത്രയും സ്ഥലമുണ്ട്. ആ പേജിൽ ഒരു സൈഡ് കഴിഞ്ഞാണോ? വേറെ പേജാണ് ഉണ്ടല്ലോ, അവിടെ പേപ്പർ ഇരിപ്പുണ്ട്. മഴയുടെ ഉണ്ട്. കൃഷ്ണ, കറണ്ടും ഇല്ല, എന്തോ ആണോ എന്തോ. ശരിയല്ല, നെറ്റ് ശരിയല്ല. നെറ്റ് ഒന്നും കിട്ടുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നുമില്ല. മഴ, പിന്നെ ഏതാണ്ട് ഒരു തുമ്പത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ ഇനിയിപ്പം 15 കൂടെ പറയണം. 14 വരെ അല്ലേ ആയുള്ളൂ. ആ, 6 മണിക്കുള്ള എല്ലാം തെറ്റി. എനിക്ക് ഇതുവരെ ഒരെണ്ണമേ തെറ്റിയുള്ളൂ. ആണോ? ജയേഷ് പ്രഭു മ്യൂട്ടാ. തോന്നുന്നു. ജയേഷ് പ്രഭു മ്യൂട്ടാണ്.
ആ ഞാൻ വെക്കാം. ആ സാരമില്ല വെച്ചോളാം. കേശവ് ഞാൻ പുറത്ത് പ്രഭുവിന്റെ അടുക്കൽ ഒന്ന് ചെല്ലണം കേട്ടോ. ഹരേ കൃഷ്ണ. നമ്മൾ ഏതായിരുന്നു ചോദ്യം വായിച്ചോണ്ടിരുന്നത്? 15ാമത്തെ ഇനി പറയണ്ടേ? 14 കഴിഞ്ഞു. 14 കഴിഞ്ഞു അല്ലേ? 14 കഴിഞ്ഞു. 15. അതായത് ഒരു വൈഷ്ണവൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്, വഴി ചോദിക്കുവാണ്. ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഞാൻ പിന്നെ മാപ്പ് അയച്ചു കൊടുത്തു. എല്ലാ സമ്പത്തുകളും ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീല പ്രഭുപാദർ, ബി രൂപ ഗോസ്വാമി, സി ചൈതന്യ മഹാപ്രഭു, ഡി ചാണക്യൻ. ഏ ശ്രീല പ്രഭുപാദ. അതെയോ? രൂപ ഗോസ്വാമി അല്ലേ പ്രഭു? രൂപ ഗോസ്വാമി. രൂപ ഗോസ്വാമിയാണ്. ബി രൂപ ഗോസ്വാമി. സി അല്ലേ? സി. ബി രണ്ടാമത്തെ ഉത്തരം. ബി രൂപ ഗോസ്വാമി. രൂപ ഗോസ്വാമി. അതെ. 16. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ വസിക്കുന്നു എന്ന് അതുകൊണ്ട് ഏതൊരാളും ജീവിക്കാൻ ആവശ്യമായത് മാത്രമേ എടുക്കാവൂ എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എ നരസിംഹ പുരാണം, ബി കഠോപനിഷത്ത്, സി ബ്രഹ്മവൈവർത്തിക പുരാണം, ഡി ഈശോവാസ്യ ഉപനിഷത്ത്. ഈശോവാസ്യ ഉപനിഷത്ത്. ഈശോവാസ്യ ഉപനിഷത്ത്. നാലാമത്തെ ഉത്തരം. ഡി ഈശോവാസ്യ ഉപനിഷത്ത്. ഈശോവാസ്യമിതം പുണ്യം എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകം ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ ഭക്തി ശാസ്ത്രി ക്ലാസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ അത് പഠിക്കുന്നതാണ്. അടുത്ത 17ാമത്തെ, എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എന്നിൽ ശരണം പ്രാപിക്കുന്നു, എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഭയം വേണ്ട എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീമദ് ഭാഗവതം, ബി ചൈതന്യ ചരിതാമൃതം, സി ഭഗവത്ഗീത, ഡി ഉപദേശാമൃതം. ഭഗവത്ഗീത. അത് തെറ്റിച്ചവർ എത്ര പേരുണ്ട്? ഉത്തരം സി ആണ്. മൂന്നാമത്തെ ഉത്തരം സി. അല്ലെ? സർവധർമാൻ അതെ, അത് തെറ്റിച്ച ആൾക്കാരൊന്ന് കൈവെക്കുക. അവരെ എനിക്കൊന്ന് പ്രത്യേകം കാണണം. തെറ്റിയില്ല. ഇതിനാണ് ഞാൻ പറഞ്ഞത് നല്ല പണിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞത്, ഇത് തെറ്റിച്ച ആൾക്കാർക്ക്. പ്രഭു എഴുതിയത് ഭാഗവതം. മാതാജി ക്ലാസ്സിൽ ഇടയ്ക്ക് വെച്ചല്ലേ കയറി, അതുകൊണ്ടാണ് അത് അറിയാൻ മേലാതെ. നമ്മളൊരു 10,000 പ്രാവശ്യം എടുത്തിട്ടുള്ള ശ്ലോകമാണിത്. സർവധർമ്മ സാരമില്ല. 18. ഏറ്റവും ഉന്നതമായ ജ്ഞാനം എന്താണ്? എ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്, ബി സർവവും ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന അറിവ്, സി നമ്മൾ കാണുന്നതെല്ലാം മായയാണ് എന്നുള്ള അറിവ്, ഡി ഇതൊന്നുമല്ല. ഏതാണ്? ഭഗവാൻ അല്ല, സർവവും ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ള അറിവ്. ബി രണ്ടാമത്തെ ഉത്തരം. ബി. സർവവും ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന അറിവാണ് ഏറ്റവും ഉന്നതമായ ജ്ഞാനം. അതും തെറ്റിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മള് എന്താണ് പറയുന്നത്? നമ്മൾ ഭഗവാനാണ് സർവവും എന്നുള്ള അറിവ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? 63 ക്ലാസ് കഴിഞ്ഞു. ശരിയാണ്, തെറ്റിയില്ല. 19ാമത്തെ ചോദ്യം. എല്ലാ ജീവജാലങ്ങളുടെയും കടമയാണ് ലോക നന്മയ്ക്കായി സ്വന്തം ജീവിതവും സമ്പത്തും ബുദ്ധിയും ഉപയോഗിക്കുക എന്നത്. ഇത് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീമദ് ഭാഗവതം, ബി ശ്രീമദ് ഭഗവത്ഗീത, സി ഭക്തി രസാമൃത സിന്ധു, ഡി മത്സ്യപുരാണം. 19. ശ്രീമദ് ഭാഗവതം. എ ഒന്നാമത്തെ ആൻസർ ശ്രീമദ് ഭാഗവതം. അടുത്തത് 20. ഒരാൾ സ്വന്തം പ്രവൃത്തിയും ചിന്തകളും വാക്കുകളും ബുദ്ധിയും മറ്റ് ജീവജാലങ്ങളുടെ ഗുണത്തിനായി എല്ലാ ജന്മങ്ങളിലും ഉപയോഗിക്കണമെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എ കൂർമ്മപുരാണം, ബി വിഷ്ണു പുരാണം, സി ഈശോവാസ്യ ഉപനിഷത്ത്, ഡി വേദങ്ങൾ. എവിടാണ്? വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. പുരാണത്തിലാണ് പ്രഭു. വിഷ്ണു പുരാണം. വെരി ഗുഡ് മാതാജി, എന്തായാലും വളരെ നന്നായിട്ട് എല്ലാത്തിനും ഉത്തരം ചെയ്തിട്ടുണ്ടല്ലോ. ബി വിഷ്ണു പുരാണം. രണ്ടാമത്തെ ഉത്തരം.
ബി രണ്ടാമത്തെ ഉത്തരം. തെറ്റുണ്ട് പ്രഭു. അതല്ലേ, അതൊരു വളരെ കൺഫ്യൂഷൻ ആണ്. അത് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ലാത്തതാണ്. അടുത്ത 21-ാമത്തേത് കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ എന്താണ്? എ വേദാധ്യയനം ചെയ്യുക, ബി യോഗാഭ്യാസം ചെയ്യുക, സി എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് ആലോചിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യുക, ഡി എല്ലാം ശരിയാണ്. സി ആണ്, എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് ആലോചിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യുക. അത് തെറ്റിയവർക്കും എംബോസിഷൻ. 22 മുതൽ എഴുതിയിട്ടില്ലേ? 22 ഇനി ആരും ഉത്തരം വിളിച്ചു പറയരുത്. ഞാൻ ഉത്തരം പറഞ്ഞതിന് ശേഷമേ പറയാവുള്ളൂ. കാര്യം അവിടെ കൃഷ്ണകുമാരി മാതാജി എഴുതിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നെറ്റ് പോയോ, മഴ പെയ്തോ എന്തോ എന്ന് പറഞ്ഞു. അപ്പൊ ആരുടെ അഭിപ്രായത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മെ ത്യാഗം, ആത്മജ്ഞാനം, ശരിയായ ശരണാഗതി, ഭക്തിയോഗം എന്നിവ പഠിപ്പിക്കാൻ അവതരിച്ചത്? എ നരോത്തമദാസ ഠാക്കൂറ, ബി വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ, സി സാർവഭൗമ ഭട്ടാചാര്യ, ഡി മുരാരി ഗുപ്ത. ആരുടെ 22 ആരുടെ അഭിപ്രായത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മെ ത്യാഗം, ആത്മജ്ഞാനം, ശരിയായ ശരണാഗതി, ഭക്തിയോഗം എന്നിവ പഠിപ്പിക്കാൻ അവതരിച്ചത്? എ നരോത്തമദാസ് ഠാക്കൂറ, ബി വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ, സി സാർവഭൗമ ഭട്ടാചാര്യ, ബി മുരാരി ഗുപ്ത. ഉത്തരം എഴുതിയോ? സി സാർവഭൗമ ഭട്ടാചാര്യ. ഉത്തരം ശരിയായോ? അതെ, ശരിയാ. ഇനി അടുത്തത് 23-ാമത്തെ ചോദ്യം. ആഗ്രഹമില്ലായ്മയുടെ ശരിയായ അർത്ഥം എന്താണ്? എ കാമ, ബി അകാമ, സി പ്രേമ, ഡി എല്ലാം ശരിയാണ്. ഉത്തരം വേഗം മാതാജി എഴുതിക്കൂ. ആഗ്രഹമില്ലായ്മ എന്ന് പറഞ്ഞാൽ അകാമ, കാമം എന്ന് പറഞ്ഞ ആഗ്രഹം, ആഗ്രഹമില്ലായ്മ എന്ന് പറഞ്ഞ അകാമ. ഉത്തരം ബി രണ്ടാമത്തെ ഉത്തരം. 25 ഏതവസ്ഥയിലാണ് ഒരാൾക്ക് കൃഷ്ണപ്രേമം സാധ്യമാകൂ? എ ആഗ്രഹമില്ലാത്ത 24 നേരത്തെ എനിക്ക് വിട്ടുപോയതാണ്. കൃഷ്ണനോട് ഒഴികെ മറ്റെന്തിനോടുമുള്ള സ്നേഹവും മമതാബന്ധവും ഇതിനെ എന്താണ് പറയുന്നത്? എ പ്രേമം, ബി കാമം, സി വൈരാഗ്യം, ഡി ക്രോധം. കൃഷ്ണനോടൊഴികെ മറ്റെന്തിനോടുമുള്ള സ്നേഹവും മമതാബന്ധവും താഴെ പറയുന്നവയിൽ ഏതിനോടാണ് ഉപമിക്കാൻ പറ്റുന്നത്? എ പ്രേമം, ബി കാമം, സി വൈരാഗ്യം, ഡി ക്രോധം. ബി കാമം, ബി കാമം. മറ്റുള്ള ഏത് കാര്യത്തിലോട് ഭൗതികമായിട്ടുള്ള നമുക്ക് ആസക്തി ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കാമം എന്ന് പറയാം. മറ്റേത് പ്രേമമാണ്, കൃഷ്ണനോടുള്ള വരുന്നത്. അതെ അതെ. അടുത്ത 25-ാമത്തേത് ഏതവസ്ഥയിലാണ് ഒരാൾക്ക് കൃഷ്ണപ്രേമം സാധ്യമാവൂ? എ ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ, ബി കാമ, സി വൈരാഗ്യ, ഡി മോഹ. 25-ാമത്തെ ഉത്തരം എ ആണ്. ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ. എ ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ. വളരെ എളുപ്പമാണ് അല്ലെ? വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇതാണോ വലിയ വിഷമാണെന്ന് പറഞ്ഞേ? അല്ല, വൈരാഗ്യം അതല്ലേ നമ്മള് ആഗ്രഹമില്ലാത്ത അവസ്ഥയാണ് ഒന്നുകൂടെ ശരിയായി. വൈരാഗ്യം വരുന്നത് വേറെ കുറച്ചുകൂടെ ഉയർന്നു കഴിയുമ്പോഴാണ് മാതാജി. ആദ്യം നമുക്ക് ആഗ്രഹത്തിൽ നിന്ന് വെടിഞ്ഞിട്ട് വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിരക്തിയാകും. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒക്കെ ആ ഒരു ഭാവത്തിലേക്ക് എത്തണം. അതൊരു കുറച്ചുകൂടെ ഒക്കെ കഴിയുന്ന സ്റ്റേജിലാണ് അത് വരുന്നത്. നമ്മൾ തുടക്കം നമ്മളെ തുടക്കത്തിൽ നമ്മൾ ആഗ്രഹത്തെ കുറേശ്ശെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹം വെടിഞ്ഞിട്ട് ഭഗവാനിലേക്ക് മനസ്സ് ഉറച്ച് വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിരക്തി എന്നുള്ള സ്റ്റേജ് വരുമ്പോഴാണ്, അത് തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. എനിക്ക് എയോ സിയോ എന്ന് ഇത്തിരി എഴുതിണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? കുഴപ്പമില്ല. 26 ബദ്ധാത്മാക്കളുടെ നന്മയ്ക്കായി ഭക്തിയുപാസന നടത്തുന്നതിനെ എന്തു പറയുന്നു? എ പ്രേമ, ബി അകാമ, സി കാമ, ഡി അനിഹ. 26-ാമത്തെ ഉത്തരം
ഡി ആണ്. ഡി ആണ് നാലാമത്തെ ഉത്തരം. അനിഹ. അനിഹ. അനിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അനിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് മാതാജി ചോദിച്ചില്ലേ, അത് ഇത് തന്നെയാണ്. ടർക്കി കുത്തിയതാണ്, അത് ശരിയായി. പുതിയ വസ്തുക്കൾ സമാഹരിക്കുന്നതിൽ വിമുഖൻ. മോനെ കേസ ഒരു മിനിറ്റ്, ഞാനിപ്പം വരുന്നു. ഹരി ഓം. ഏകാദശി 2-ാം തീയതി 3-ാം തീയതി എന്നൊന്ന് പറയൂ. ഞായറാഴ്ച അല്ലേ ഏകാദശി? 2-ാം തീയതി. ഞായറാഴ്ച. 2-ാം തീയതി. 2-ാം തീയതി. തിങ്കളാഴ്ചയാണെന്നാണല്ലോ പറയുന്നത് ഇവിടെ. കൃഷ്ണ. വലിയ ചോപ്പാത്രത്തിലാണല്ലോ വെള്ളം കുടിക്കുന്നത്. മൊന്തയിൽ എടുത്ത് വെച്ചിട്ട് തനിച്ച് ഈ മഴയത്ത്. ദാഹിക്കുന്നു ഇങ്ങനെ. 4 മണിക്ക് ചായ ഒന്നും കുടിക്കത്തില്ലല്ലോ, അന്നേരം പിന്നെ ഒരുപാട് തെറ്റുണ്ട് ഇന്ന് എനിക്ക്. എനിക്കും ഉണ്ട് 4 തെറ്റുണ്ട്. സോസ്റ്റം സിമ്പിളാ, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ ആയിട്ട് സോറി. നെറ്റ് അങ്ങ് പോകും. വീട്ടിലെ നെറ്റല്ലേ, ഇവിടെ വീട്ടിൽ ഇതില്ല, വൈഫൈ ഇല്ലല്ലോ. 4 എണ്ണം കൂടെ പറഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ചോദ്യമായിരുന്നു? 27. ഭൗതിക ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വൈഷ്ണവ മാർഗം പിന്തുടരുന്ന രീതിയെ എന്തു പറയുന്നു? എ ലോഭം, ബി പ്രാകൃത സഹജീയ, സി അനിഹ, ഡി മതം. ഭൗതിക ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വൈഷ്ണവ മാർഗം പിന്തുടരുന്ന രീതിയെ എ
ലോഭം എന്ന് പറയുന്നു, ബി പ്രാകൃത സഹജീയ എന്ന് പറയുന്നു, സി അനിഹ എന്ന് പറയുന്നു, ഡി മതം എന്ന് പറയുന്നു. ഏതാ ശരിയായ ഉത്തരം? ബി പ്രാകൃത സഹജീയ. പ്രാകൃതം. ഭൗതിക ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട്, അതായത് ഭൗതികത്തിൽ ജീവിക്കുക, അതുപോലെ തന്നെ വൈഷ്ണവ രീതിയാണെന്ന് നമ്മൾ അതിൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതിയാണ് പ്രാകൃത സഹജ, ഒരു പ്രാകൃത മാർഗമാണ്. അടുത്തത് 28-ാമത്തേത്, ഒരു ഭക്തൻ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ആരെയും അദ്ദേഹം 4 അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്ന ആളല്ലെങ്കിൽ കൂടി മനസ്സ് ആദരിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ചൈതന്യ ചരിതാമൃതം, ബി ഉപദേശാമൃതം, സി ഭക്തി രസാമൃത സിന്ധു, ഡി ശിക്ഷാഷ്ടകം. ഒരു ഭക്തൻ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ആരെയും അദ്ദേഹം 4 അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്ന ആളല്ലെങ്കിൽ കൂടി മനസ്സ് ആദരിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ചൈതന്യ ചരിതാമൃതം, ബി ഉപദേശാമൃതം, സി ഭക്തി രസാമൃത സിന്ധു, ഡി ശിക്ഷാഷ്ടകം. ചൈതന്യ ചരിതാമൃതം. അല്ല, ഈ ഉപദേശാമൃതം, ഉപദേശാമൃതമാണ്. അടുത്ത 29-ാമത്തേത്, ജലത്തിന്റെ ഗുണം എന്താണ്? എ ഗന്ധം, ബി കാഴ്ച, സി രുചി, ഡി സ്പർശം. ഹരേ കൃഷ്ണ, അത് പറയൂ എന്നാലും രുചിയാണ്. അല്ലല്ല, 28 ഞാൻ പറഞ്ഞു. 28 ഏത്? 28-ന്റെ ഉത്തരം ബി ഉപദേശാമൃതം. 2-ാമത്തെ ഉത്തരം. അത് സി ആണോ പ്രഭു? ഈ ജലത്തിന്റെ രുചിയാണ് സി, 3-ാമത്തെ ഉത്തരം. അടുത്ത 30, ബദ്ധാത്മാക്കളെ മായയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആരുടെ മാർഗം പിന്തുടരണം? എ ഈശ്വരപുരി, ബി കേശവ കാശ്മീരി, സി ജഗായന്ന മതായി, ഡി ചൈതന്യ മഹാപ്രഭു. ആരുടെ മാർഗം പിന്തുടരണം? ചൈതന്യ മഹാപ്രഭുവിന്റെ മാർഗം പിന്തുടരണം. 30-ാമത്തേത് ഡി ആണ്, ചൈതന്യ മഹാപ്രഭു. 4-ാമത്തെ ഉത്തരം. 4-ാമത്തെ ഉത്തരം. എല്ലാവരും കിട്ടിയ മാർക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. ഞാനിപ്പോ ചോദിക്കും, പറയാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 11. 30-ൽ 30 കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കുക. ഓക്കെ. ഇനി 29, 28. 28 ഉണ്ട്. 26-ന്റെ ഉത്തരം ഒന്ന് പറയാമോ? 26. 26-ന്റെ ഉത്തരം ഡി ആണ് ഞാൻ എഴുതിയത്. എനിക്കൊരു ഡി. 26-ന്റെ ഡി ആണ് 4-ാമത്തെ ഉത്തരം. അപ്പൊ എനിക്ക് 29 ഉണ്ട്. ഹരിബോൾ. 29 മാർക്ക്. ഇതാണ് മാതാജി അറിയത്തില്ല എന്ന് പറഞ്ഞേ? അറിയത്തില്ലെന്നല്ല, എടുത്തു വെച്ചാനൊക്കെ എല്ലാം ഒന്ന് വായിച്ചു വന്നപ്പോ. ഹരിബോൾ. നല്ല വിജയം, നല്ല വിജയം. ഹരിബോൾ. താങ്ക് യു മാതാജി. അടുത്തത് ഹരേ കൃഷ്ണ ഗീത മാതാജി. ഹരേ കൃഷ്ണ. ഇതാ അവിടെ കൂടെ ഒരാളുണ്ടല്ലോ. ഇതിന്റെ ഏതെങ്കിലും ഹരേ കൃഷ്ണ മോളെ, സുഖല്ലേ? ഹരേ കൃഷ്ണ മോള്, ഇതിനൊക്കെ ഉത്തരൊക്കെ അറിയാമായിരുന്നോ മോൾക്ക്? അതെ അല്ലേ? ഓക്കെ, ശരി. എന്നാ ഞാൻ അടുത്ത ഇതിലേക്ക് കിടക്കുവാണ്. അടുത്ത 29, അടുത്ത 28.
27, 26, 25, 25 രണ്ടു പേർക്ക്. ജ്ഞാനാംബിക മാതാജി, രാധ മാതാജി അല്ലേ? ഹരേ കൃഷ്ണ, താങ്ക് യു രണ്ടുപേർക്കും. താങ്ക്സ്. അടുത്തത് 24, 23, എനിക്കുണ്ട്. എനിക്ക് 23 എനിക്കുണ്ട്. 23, 24 ശാന്തകുമാരി അമ്മ മാതാജിക്ക്, 24 രാധിക മാതാജിക്ക്, 23. 23. ഒന്നും നോക്കിയിട്ടില്ല പ്രഭു. വീട് ഷിഫ്റ്റിങ്ങിന്റെ ഇതായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒന്നും ക്ലാസ്സിൽ കയറിയില്ല. അതെ, സാറില്ല മാതാജി, ഇത്രയൊക്കെ കിട്ടിയല്ലോ, നല്ല കാര്യം. ഇത്രയും ടഫ് ആയിരുന്നു നിങ്ങൾക്ക് തോന്നിച്ചതിൽ ഇത്രയൊക്കെ എഴുതാൻ പറ്റിയല്ലോ. ശ്രീരഞ്ജിനി മാതാജിക്ക് 25 ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് 22, 21, 20. ആർക്കാണ്? കൃഷ്ണകുമാരി മാതാജിക്ക് 20 ഹരി ബോൽ. അടുത്തത് ഇനി ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ മാർക്ക് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മാധവി രാധ മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ. എനിക്ക് 23 പ്രഭു. ആരാ? മാധവി രാധ മാതാജിക്ക് 18 ഹരി ബോൽ. എല്ലാവരും ഒരു വലിയ കൈയടി കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് മാധവി രാധ മാതാജിക്കാണ്. കാര്യം ഈ ഒറ്റ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാത്ത ആളാണ്. അവസാന സമയത്ത് കയറിയതാണ്. എല്ലാ ഭക്തിവിഷ 63 ആഴ്ചയും കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ കയറിയ ആളാണ്. ഞാൻ പറഞ്ഞില്ലേ മാതാജി, കഴിഞ്ഞ പ്രാവശ്യം എഴുതാതിരുന്നില്ലേ വെറുതെ. ഭഗവാൻ വന്ന് എഴുതിച്ചോളും. ഓക്കെ. ഹരി ബോൾ. അടുത്ത വേറെ ആരോ പറഞ്ഞിരുന്ന ആരാടാ? എനിക്ക് 23. ആർക്കാണ്? 23 പത്മ മാതാജിക്ക് 23. ലൈല മാതാജി 18 ഹരി ബോൾ. അതുപോലെ ഇനി ആരാണ്ട് പറയാനുള്ളത്? സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ എഴുതിയില്ല പ്രഭു, ഞാൻ വൈകിയാണ് കയറിയത്. ഞാൻ വന്നപ്പോഴേക്കും പ്രഭു ആൻസർ പറഞ്ഞു തുടങ്ങി. അതെയല്ലേ? എന്താ മാതാജി, സമയം ശരിയാകുന്നില്ല അവിടുത്തെ സമയം ഇവിടെ ആയിട്ടോ? അതാണോ? ഇവിടെ എല്ലാരും എഴുതിയില്ല പ്രഭു. ഇപ്പോഴും ഭയങ്കര തണുപ്പായത് കാരണേ എല്ലാരും വൈകി 7 മണിയാകുമ്പോൾ നിൽക്കുമ്പോ. അതെയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ മാർക്കല്ലേ? അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ ഒരു ഗസ്റ്റ് വന്നിരിക്കുകയാണ്. അത് കാരണം അധികം ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പ്രത്യേക ഒരു കാര്യം പറയാണ്ട്, അടുത്ത ആഴ്ച ആണ് നമ്മളുടെ ഭക്തിവിഷ 64ാമത്തെ ആഴ്ച സമാപനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് നമ്മള് എല്ലാവരോടും ഇന്ന് കൂടുവാണ്. അറിയാമല്ലോ, ഞാൻ അനൗൺസ് ചെയ്തിരുന്ന പോലെ. ഇപ്പം ഈ 64ാമത്തെ ആഴ്ചയിലെ പ്രശസ്ത വൈഷ്ണവർ എല്ലാവരും എന്റെ എന്താ പറയുന്നത്, ശിക്ഷാഗുരു അടക്കമുള്ളവരും നമ്മളെ ക്ലാസ് എടുത്ത പലരും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരു 5 മിനിറ്റ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ അതുപോലെ അവരുടെ ആ ഒരു അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പറയാം. വേണമെങ്കിൽ 2 വാക്ക് സംസാരിക്കാം. നമുക്ക് ഈ ഭക്തിവിഷയെ പറ്റിയും ഈ പറഞ്ഞ ഇതിനെപ്പറ്റി നമ്മളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയത്, അതുപോലെ നിങ്ങളുടെ ആ ഒരു പഴയ ഒരു രീതിയിൽ നിന്ന് ഇപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി, അതുപോലെ നിങ്ങളുടെ ഒരു പ്രോഗ്രസ്, അതായത് ഞാനൊരു ഭക്തിവിഷ നടത്തുന്നുണ്ടല്ലോ, ഞാൻ 2 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ പറയുന്ന നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് എന്താണ്, അങ്ങനെ പറയാം. പിന്നെ ഏതെങ്കിലും ഒരു ശ്ലോകം വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും പറയാം. പിന്നെ ഒരു കഥ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കീർത്തനം പാടാം. ആ വൈഷ്ണവരൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പറയാം. എല്ലാവരും പങ്കെടുക്കണം. ഒന്നും പറഞ്ഞില്ലെങ്കിലും വെറുതെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാത്രം മതി. എന്നാലും വരാതിരിക്കരുത് ആരും. എല്ലാവരും പങ്കെടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതൊന്ന്. ഗുരുവായൂർ പോവാണല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ചത്തെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ
അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ നാട്ടിലേക്കുള്ള ഇത് അടുത്തു, വളരെ അടുത്തു. 20-ാം തീയതി, ജൂൺ 20-ാം തീയതി, ഒരു 3 ആഴ്ചയേ ഉള്ളൂ. ദിവസം കൊണ്ട് അടുത്തു. അപ്പൊ അതില് ഇനി ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അതൊക്കെയാണ് പറയാനുള്ളത്. പ്രഭുജി ഇനി ഹരിവോം പ്രഭുജി 2-ാം തീയതി 3-ാം തീയതി ഏകാദശി എടുക്കേണ്ടോ? ഏകാദശി എടുക്കാനുള്ളത് ജൂൺ, ഞാനത് കലണ്ടർ നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം മാതാജി. അത് നാട്ടിൽ 2 സമയമാണെന്നാ കേട്ടെ ഇപ്രാവശ്യത്തെ അപര ഏകാദശിക്ക്. 2 ദിവസമുണ്ട്. നാട്ടിൽ എടുക്കേണ്ടതും ഇവിടെ എടുക്കേണ്ടതും ഒക്കെ ഈ ഖത്തറിൽ എടുക്കുന്നതും രണ്ടും 2ആയിട്ടാണെന്നാണ് കേട്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടിടാം, കൃത്യമായിട്ട് പറയാതെ. ജലാശയ മാതാജി 3 എന്ന് പറയുന്നു.